ലോഗോസ് ക്വിസ് 2025 പ്രഭാഷകൻ 47-ാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മന്ന ക്വിസ് ഗൈഡ് ചാനൽ. അൻപത് ചോദ്യങ്ങളാണ് മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലുള്ളത്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കാണണേ. ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കുന്നതിന് മുൻപായി 46-ാം അധ്യായത്തിലെ മോക്ക് ടെസ്റ്റ് വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന മാർക്കുകളാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഭാഗം കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് ചോദ്യങ്ങളിലേക്ക് പോകാവുന്നതാണ്. നമ്മുടെ വീഡിയോ തയ്യാറാക്കുന്ന സമയത്തുള്ള കമൻറ്റിൽ നിന്നുമുള്ള മാർക്കുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കമൻറ്റ് ബോക്സിൽ വന്ന മാർക്കുകളിലേക്ക് 49 മാർക്ക് ലഭിച്ചവർ മിനി ജോബ്, അൽഫോൻസ കരുമഞ്ചേരിയിൽ. 48 മാർക്ക് ലഭിച്ചത് മേഴ്സി ജോസഫ്. 47 മാർക്ക് ലഭിച്ചവർ കുഞ്ഞമ്മ ജോസഫ്, പ്രിൻസി വടക്കൻ. 46 മാർക്ക് ലഭിച്ചത് ആനി ഫ്രാൻസിസ്, ത്രേസ്യ ഗബ്രിയേൽ. 45 മാർക്ക് ലഭിച്ചവർ ലീലാമ തോമസ്, അൽഫോൻസ PE. 44 മാർക്ക് ലഭിച്ചവർ ജെസി, കത്രീന ദേവസ്യ. 43 മാർക്ക് ലഭിച്ചത് ലീലാമ. 41 മാർക്ക് ലഭിച്ചത് റാണി ഡൊമിനിക്. 39 മാർക്ക് ലഭിച്ചത് സെലിൻ വർഗീസ്. 32 മാർക്ക് ലഭിച്ചത് മോളി മണി. 26 മാർക്ക് ലഭിച്ചത് മോളി ജോസ്. എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും പോകാം. ചോദ്യം 1. സോളമൻ എന്തിനെയാണ് ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ജ്ഞാനത്തെ. ചോദ്യം 2. അവൻ അത്യുന്നതനായ ഡാഷിനോട് അപേക്ഷിച്ചു. ഉത്തരം ഓപ്ഷൻ ഡി, കർത്താവിനോട്. ചോദ്യം 3. ആരുടെ മേൽ പ്രതികാരം പതിക്കുന്നത് വരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു? ഉത്തരം ഓപ്ഷൻ എ, എഫ്രായിമിൻ്റെ. ചോദ്യം 4. ഇസ്രായേലിൻ്റെ ആരുടെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും സോളമൻ ശേഖരിച്ചു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ദൈവമായ കർത്താവിൻ്റെ. ചോദ്യം 5. ആരാണ് തൻ്റെ എല്ലാ പ്രവർത്തികളിലും അത്യുന്നതൻ്റെ മഹത്വം പ്രകീർത്തിച്ച് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ദാവീദ്. ചോദ്യം 6. ദാവീദിന്റെ പുത്രനും പിൻഗാമിയുമായത് ആര്? ഉത്തരം ഓപ്ഷൻ ബി, സോളമൻ. ചോദ്യം 7. ദാവീദ് ചെമ്മരി ആടിൻ കുട്ടികളോടെന്ന പോലെ ആരോടാണ് കളിയാടിയത്? ഉത്തരം ഓപ്ഷൻ സി, കരടികളുമായി. ചോദ്യം 8. ആര് ഒരിക്കലും കാരുണ്യം വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി,
കർത്താവ്. ചോദ്യം 9. ഇന്നും ശക്തിയറ്റവരായി കഴിയുന്നു എന്ന് പ്രഭാഷകൻ ഈ അധ്യായത്തിൽ പറയുന്നത് ആരെ? ഉത്തരം ഓപ്ഷൻ സി ഫിലിസ്ത്യരെ. ചോദ്യം 10. യൗവനത്തിൽ തന്നെ ജ്ഞാനിയായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെ? ഉത്തരം ഓപ്ഷൻ എ സോളമൻ. ചോദ്യം 11. സോളമൻ അവൻ്റെ എന്തു കാര്യത്തിനെയാണ് അവൻ തന്നെ കളങ്കം വരുത്തിയത്? ഉത്തരം ഓപ്ഷൻ സി സത്കീർത്തിക്ക്. ചോദ്യം 12. ആർക്കാണ് അവിടുന്ന് രാജ്യവും ഇസ്രായേലിന്റെ മഹത്വത്തിന്റെ സിംഹാസനവും ഉടമ്പടി വഴിയായി നൽകിയത്? ഉത്തരം ഓപ്ഷൻ ബി ദാവീദിന്. ചോദ്യം 13. എന്ത് ബലിയാണ് വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ സി സമാധാന ബലിയിൽ. ചോദ്യം 14. ബലിപീഠത്തിനു മുൻപിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ അവൻ ആരെയാണ് നിയോഗിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ഗായക സംഘത്തെ. ചോദ്യം 15. എവിടെ നിന്നും ബഹിഷ്കരിക്കപ്പെടാത്തക്കവിധം അവർ പാപത്തിൽ മുഴുകി? ഉത്തരം ഓപ്ഷൻ എ സ്വദേശത്ത് നിന്നും. ചോദ്യം 16. തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവൻ്റെ എന്ത് ശക്തമാക്കി? ഉത്തരം ഓപ്ഷൻ ഡി വലതുകരം. ചോദ്യം 17. ദാവീദ് എന്തിന് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു? ഉത്തരം ഓപ്ഷൻ ബി ഉത്സവങ്ങൾക്ക്. ചോദ്യം 18. സോളമന്റെ ഭരണകാലം എന്ത് പൂർണ്ണമായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ സമാധാനപൂർണം. ചോദ്യം 19. വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലെത്തവനുമായി ആരുടെ ഭരണം ജനങ്ങളുടെ കലാപത്തിനു കാരണമായി? ഉത്തരം ഓപ്ഷൻ ഡി റഹോബോവാമിന്റെ. ചോദ്യം 20. ആർക്കുശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥൻ പ്രവചനം നടത്തി? ഉത്തരം ഓപ്ഷൻ സി സാമുവൽ. ചോദ്യം 21. സോളമന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഉപമകളും പ്രത്യുത്തരങ്ങളും ആരെ വിസ്മയാധീനരാക്കി? ഉത്തരം ഓപ്ഷൻ ബി ജനതകളെ. ചോദ്യം 22. ദാവീദ് അവന്റെ ഏതു കാലഘട്ടത്തിലാണ് കവണയിൽ കല്ലു ചേർത്ത് കരം ഉയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തത്? ഉത്തരം ഓപ്ഷൻ സി യൗവനത്തിൽ. ചോദ്യം 23. സോളമന്റെ പ്രശസ്തി എവിടെയെത്തി? ഉത്തരം
ഓപ്ഷൻ എ വിദൂര ദ്വീപുകളിൽ. ചോദ്യം 24. എന്നാൽ സോളമൻ ആർക്കാണ് അധീനനായത്? ഉത്തരം ഓപ്ഷൻ ഡി സ്ത്രീകൾക്ക്. ചോദ്യം 25. അങ്ങനെ ഡാഷ് വിഭജിക്കപ്പെട്ടു. എഫ്രൈമിൽ നിന്ന് ഉദ്ധിതമായ ഒരു രാജ്യം ഉയർന്നു വന്നു. ഉത്തരം ഓപ്ഷൻ ബി രാജ്യം. ചോദ്യം 26. സോളമന്റെ ജ്ഞാനം ലോകമാസകലം എന്തു ചെയ്തു? ഉത്തരം ഓപ്ഷൻ സി വ്യാപിച്ചു. ചോദ്യം 27. എത്ര പേരുടെ മേൽ വിജയം വരിച്ചവനെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ ദാവീദിനെ മഹത്വത്തിന്റെ കിരീടമണിയിച്ചു? ഉത്തരം ഓപ്ഷൻ ഡി 10,000-ങ്ങളുടെ മേൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായി ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം 28. തങ്ങളുടെ മേൽ, അതായത് എഫ്രൈമുകാരുടെ മേൽ എന്ത് പതിക്കുന്നതുവരെ എല്ലാ തിന്മകളിലും അവർ വിഹരിച്ചു? ഉത്തരം ഓപ്ഷൻ എ പ്രതികാരം. ചോദ്യം 29. ആരുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും സോളമൻ ശേഖരിച്ചു? ഉത്തരം ഓപ്ഷൻ സി ഇസ്രായേലിന്റെ. ചോദ്യം 30. ദാവീദ് എങ്ങനെയാണ് സൃഷ്ടാവിനെ സ്നേഹിക്കുകയും അവിടത്തേക്ക് സ്തുതി പാടുകയും ചെയ്തത്? ഉത്തരം ഓപ്ഷൻ ബി പൂർണ്ണ ഹൃദയത്തോടെ. ചോദ്യം 31. ദാവീദ് നിമിത്തം ആരുടെ ജീവിതം സുരക്ഷിതമായി? ഉത്തരം ഓപ്ഷൻ എ പുത്രന്റെ. ചോദ്യം 32. ആരോടുകൂടെ എന്ന പോലെയാണ് ദാവീദ് കരടികളുമായി കളിയാടിയത്? ഉത്തരം ഓപ്ഷൻ ബി ചെമ്മരി ആടിൻകുട്ടി. ചോദ്യം 33. കർത്താവ് ഒരിക്കലും എന്ത് വെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കാൻ ഇടവരുത്തുകയോ ഇല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഓപ്ഷൻ എ കാരുണ്യം. ചോദ്യം 34. ചുറ്റുമുള്ള ആരെയാണ് അവൻ തുടച്ചു മാറ്റിയത്? ഉത്തരം ഓപ്ഷൻ ഡി ശത്രുക്കളെ. ചോദ്യം 35. നിന്റെ വിജ്ഞാനം എന്തുപോലെ കവിഞ്ഞൊഴുകി? ഉത്തരം ഓപ്ഷൻ സി നദി പോലെ. ചോദ്യം 36. ആരാണ് സന്തതി പരമ്പരയെ മലിനമാക്കിയത്? ഉത്തരം ഓപ്ഷൻ ബി സോളമൻ. ചോദ്യം 37. കർത്താവ് ദാവീദിന്റെ എന്ത് നീക്കിക്കളയുകയും അവന്റെ അധികാരം എന്നേക്കും ഉറപ്പിക്കുകയും ചെയ്തു?
ഉത്തരം ഓപ്ഷൻ എ പാപം. ചോദ്യം 38. സമാധാന ബലിയിൽ വിശിഷ്ടമായ എന്ത് എന്ന പോലെ ഇസ്രായേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു? ഉത്തരം ഓപ്ഷൻ ബി കൊഴുപ്പ്. ചോദ്യം 39. എന്തിനു മുമ്പിൽ മധുരമായ ഗാനം ആലപിക്കുവാൻ ദാവീദ് ഗായക സംഘത്തെ നിയോഗിച്ചു? ഉത്തരം ഓപ്ഷൻ എ ബലിപീഠത്തിന്. ചോദ്യം 40. സ്വദേശത്ത് നിന്നും ബഹിഷ്കരിക്കപ്പെടത്തക്ക വിധം അവർ എന്തിലാണ് മുഴുകിയത്? ഉത്തരം ഓപ്ഷൻ ഡി പാപത്തിൽ. ചോദ്യം 41. തൻ്റെ ജനത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരെ കൊല്ലുന്നതിന് അവിടുന്ന് അവൻ്റെ വലതുകരം ശക്തമാക്കി? ഉത്തരം ഓപ്ഷൻ സി ഒരു യുദ്ധവീരനെ. ചോദ്യം 42. അവർ ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതങ്ങളാൽ ഉദയത്തിന് മുമ്പ് തന്നെ എവിടെ മുഖരിതമായി? ഉത്തരം ഓപ്ഷൻ എ വിശുദ്ധ സ്ഥലം. ചോദ്യം 43. ആരാണ് എന്നും നിലനിൽക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം ഒരുക്കിയത്? ഉത്തരം ഓപ്ഷൻ ഡി സോളമൻ. ചോദ്യം 44. ജെറോബോവാമിന്റെ പിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി നെബാത്തിൻ. ചോദ്യം 45. സാമുവലിനു ശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥൻ എന്താണ് ചെയ്തത്? ഉത്തരം ഓപ്ഷൻ എ പ്രവചനം നടത്തി. ചോദ്യം 46. പൂരിപ്പിക്കുക. നിന്റെ കീർത്തനങ്ങളും സുഭാഷിതങ്ങളും ഡാഷും പ്രത്യുത്തരങ്ങളും ജനതകളെ വിസ്മയാധീനരാക്കി. ഉത്തരം ഓപ്ഷൻ സി ഉപമകളും. ചോദ്യം 47. ആ മല്ലനെ കൊന്ന് ദാവീദ് ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ എന്ന് പ്രഭാഷകൻ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ മല്ലൻ എന്ന് വിളിക്കുന്നത് ആരെ? ഉത്തരം ഓപ്ഷൻ സി ഗോലിയാത്തിനെ. ചോദ്യം 48. സമാധാനപൂർണമായ ഭരണ നിമിത്തം പ്രിയങ്കരനായത് ആര്? ഉത്തരം ഓപ്ഷൻ ബി സോളമൻ. ചോദ്യം 49. പൂരിപ്പിക്കുക. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി ഡാഷ് നിന്നെ കീഴ്പ്പെടുത്തി. ഉത്തരം ഓപ്ഷൻ സി അഭിലാഷങ്ങൾക്ക്. ചോദ്യം 50. എവിടെ നിന്ന് ഉദ്ധിതമായ ഒരു രാജ്യം ഉയർന്നു വന്നു? ഉത്തരം ഓപ്ഷൻ എ എഫ്രൈമിൽ. അപ്പോൾ എത്ര മാർക്കാണ് എല്ലാവർക്കും ലഭിച്ചത്? ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിരുന്നോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ.